ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. എനർജി എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൗൺസിലിംഗ് സെക്ഷൻ ആവശ്യമുള്ളവർക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൂമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്, പേജ് ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ്. ഡെത്ത് കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട്. നയൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആദ്യം വന്നിട്ടുള്ള സ്പ്രെഡുകളിൽ ഏസ് ഓഫ് കപ്സ് ആയിരുന്നു ആദ്യം വന്നത്. ലവിൻ്റെ കാർഡാണ്, സ്നേഹത്തിൻ്റെ കാർഡാണ്. ഈ പേഴ്സൻ്റെ എനർജിയാണിത്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണിത്. ചിലപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും, കാരണം ഇതൊരു മാരേജ് കാർഡാണ്. നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നിരിക്കാം. അതായത് മാരേജ് പേഴ്സൺസിനെ പോലെയുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫീലിങ്സ് എല്ലാം തന്നെ വളരെ ആഴത്തിലുള്ളതാണ്. രണ്ടു പേർക്കും ഒരേപോലെയാണ്, വളരെ ആഴത്തിലേറിയതാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഫീലിങ്സും കൂടിയാണിത്. ഒരുപാട് സ്നേഹമുള്ള ഒരാളാണിത്. അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്നേഹമാണ് ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത്. ഓക്കെ, പുതിയ പുതിയ ഫീലിങ്സുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ജെന്യൂൻ ആണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ച് ഇവർക്ക് പുതിയ പുതിയ ഫീലിങ്സുകൾ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പേഴ്സൺ കൂടുതലും സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം കുറച്ചും കൂടി സ്പിരിച്വാലിറ്റി ആയി പോവുക. അതായത് പ്രിയോറിറ്റി കൊടുത്തു തുടങ്ങുക, തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുക, അതുപോലെ അവനവൻ്റെ ലൈഫിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇവിടെ പ്രോബ്ലംസ് എന്ന് പറയാൻ കാരണം സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ആയിരുന്നു നമുക്ക് ദെൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാർഡ് റെസ്പോൺസിബിലിറ്റീനെ കാണിച്ചു തരുന്നതാണ്. ഇവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, പക്ഷേ അച്ചീവ് ചെയ്യാൻ സമയമെടുക്കുന്നു, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയുടെ പുറകാലെ പോവേണ്ടി വരുന്നു, ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നു. അപ്പം തീരുമാനങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, അതായത് പാരൻസോ ഇവൺ മാരീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരുടെ വൈഫ് ഓർ ഹസ്ബൻഡ്, ഇവരല്ലാതെ തീരുമാനമെടുക്കുക. അത് ഇവരുടെ ഒരു മെച്യൂരിറ്റി ലൈമയാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആലോചിച്ചിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം. അപ്പം ഈ പേഴ്സൺ ഇപ്പോഴാണ് സ്വയമായിട്ട് തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ സ്വയം കുറച്ച് കോൺസെൻട്രേറ്റഡ് ആവുന്നത് ഇപ്പോഴാണ്. ഇവർക്കിപ്പം ചോയ്സ് എടുക്കാനുള്ള, അതായത് സ്വന്തം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പക്വത വന്നതുപോലെയും കാണുന്നുണ്ട്. ഓക്കെ, സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആണ്. ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ള മെമ്മറീസ് ഒക്കെ ഹാപ്പി ആയിട്ട് ഉള്ളതാണ്. അവരതിനെ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പാസ്റ്റിനെ ഇപ്പോഴും വിട്ട് കളയാതെ സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ മറന്നു പോയിട്ടുണ്ടോ, അവരിപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയോ ആലോചിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ പേഴ്സൺ ഇപ്പോഴും പാസ്റ്റിൽ തന്നെയുണ്ട്. ഓക്കെ, സിക്സ് ഓഫ് കപ്സ് പാസ്റ്റിൻ്റെ കാർഡാണ്. ഹാപ്പിനെസ് ആണ് അവർക്ക്. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മെമ്മറീസ്, ഇവർ ഭയങ്കരമായിട്ടും സന്തോഷം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരിക്കലും കൈവിട്ട് കളഞ്ഞിട്ടില്ല.
ഓർത്തിരിക്കുകയാണ്, ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്. ആ ഒരു ഓർമ്മകളിലേക്ക് പോകുമ്പം ഇവരുടെ പക്വത ഇല്ലാണ്ടാവും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അതായത് ചിലപ്പം നിങ്ങൾ തമ്മിൽ ഏജ് കുറച്ച് കൂടുതലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെക്കാൾ ഏജ് ഉള്ള ഒരാളായിരിക്കാം, നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളായിരിക്കാം, ഏജ് ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമായിരിക്കാം. അതായിരിക്കാം അങ്ങനെ പക്വതയുടെ കാർഡ് വന്നിട്ടുള്ളത്. ചാരിയറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഈ പേഴ്സൺ മിണ്ടാതെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രോഗ്രസ് ഉണ്ടാകണം, ആക്ഷൻ എടുക്കാൻ പോവാണ്, ഇതിലൊരു വിക്ടറി ഉണ്ടായിരിക്കണം. അതായത് ഒരു പുതിയ ജേണിയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവർക്ക് പുതിയ ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു കണ്ടിട്ടുള്ളത്. അപ്പം ഇവർക്ക് ഇതിലൊരു സക്സസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പം പല കാര്യങ്ങളെയും ഇപ്പം കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത് എന്നുള്ളത് ഇവർക്ക് അറിയാം. സ്വയം തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കും. മേ ബി നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവുമായിരിക്കാം, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. എഗെയിൻ കൺഫർമേഷൻ ആണ് പേജ് ഓഫ് വാൻസിൻ്റെ എനർജി. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളെ എന്തെങ്കിലും അറിയിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യമായിരിക്കാം. ഇൻഫർമേഷൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം അവർ ഫ്രീ സ്പിരിറ്റാണ്. അതായത് ഇപ്പം ഫ്രീ ആയിട്ടാണുള്ളത്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. കൂടുതലും ഇതൊരു ഫെമിനിൻ എനർജിയാണ്. അതായത് കൺട്രോളിങ്, ഫെമിനിൻ എന്ന് പറയുമ്പോൾ കൂടുതലും കൺട്രോളിങ് പേഴ്സൺസ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. സോ ഇപ്പം അവർ ഒരു ഫ്രീഡത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, ഒരു ഫ്രീ സ്പിരിറ്റാണ്. സോ അതൊക്കെ തന്നെയായിരിക്കാം ഒരു ന്യൂസ് പോലെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പോലെ നിങ്ങളെ ഇവർ പറയാൻ അല്ലെങ്കിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളിത് അറിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇത് വളരെ സീക്രട്ട് ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം ഇതൊരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന, ഹൈഡായി കിടക്കുന്ന ഒരു എനർജീനെ പോലെയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയുകയാണെങ്കിലും ഈ തേർഡ് പാർട്ടി ഇവരെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളടുത്ത് ഓപ്പണായി പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അവർ കൂടുതലും തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ തന്നെ അതിലൊരു ഡിസ്റ്റൻസ് ഉള്ളതുപോലെയൊക്കെ ആയിരിക്കാം ഇവർ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെയല്ല, അതൊരു കൺട്രോളിങ് പേഴ്സൺ ആണ് എന്നൊക്കെയുള്ളതായിരിക്കാം മേ ബി നിങ്ങളടുത്ത്. കാരണം ഇതൊരു സീക്രട്ട് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, കൂടുതലും ഫെമിനിൻ എനർജിയാണ്. ഇവരെ കൂടുതലായിട്ടും ഇവരുടെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടുതലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ സ്റ്റേജാണ് കേട്ടോ. ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനം നിങ്ങൾ ഒരു റീബേർത്തിൻ്റെ സ്റ്റേജ്, ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെത്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. റീബേർത്തിൻ്റെ സ്റ്റേജാണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അതായത് സ്വയം തീരുമാനങ്ങൾ എടുക്കുക, സ്വയം എല്ലാം മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത്, നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇതൊരു റീബർത്ത് സംഭവിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു മെസ്സേജ് അയക്കുക, നിങ്ങളെ അറിയിക്കുക എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീബർത്ത് സംഭവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നിട്ടുണ്ടാവും ഇത്രയും നാളും നിങ്ങൾ അതിലൂടെ അത് ഫേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം അതിൻ്റെ അവസാനം എത്തി എന്നുള്ളതാണ്. ബിഗിനിങ് ആണ്, ന്യൂ ബിഗിനിങ് ആണ്. പലതും എൻഡായിട്ടുള്ള ന്യൂ ബിഗിനിങ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചേഞ്ചിനെ കാണേണ്ടത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് വരുന്നുണ്ട്. ഫോർഗീവ്നെസ് ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർഗീവ്നെസ് എന്ന് പറയുമ്പം ക്ഷമിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കുമല്ലോ ഈ പേഴ്സൺ ഇപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നിട്ടായിരിക്കുമല്ലോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ക്ഷമ കൊടുക്കേണ്ട സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ ക്ഷമ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്, ഫോർഗീവ്നെസ് ആണ് കാണുന്നത്. ഇനി നിങ്ങളാണ് ക്ഷമ ചോദിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഗൈഡൻസ് ആയിട്ട്. ഇവിടെ 9 ഓഫ് വാൻസിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് ഓവർ തോട്ട്സിനെ നിങ്ങൾ ഈ ഒരു റിലേഷൻ കാരണം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തോളുക, ആ എനർജീനെ റിലീസ് ചെയ്തോളുക. കാരണം നിങ്ങൾക്ക് ഇപ്പം അത് കഴിയാനായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഇത്രയും നാളും നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രഗിളിങ് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണ്. കാരണം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഹാപ്പിനെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ റിസൾട്ട്
എന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ട് ഒരു പോസിറ്റീവായിട്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. 2 ഓഫ് കപ്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. മ്യൂച്വൽ അട്രാക്ഷൻ എന്തായാലും അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും നിങ്ങളുടെ ഇടയിൽ വരും എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ സെയിം ഫീലിങ്സ് ആണ്, പുതിയ പുതിയ ഫീലിങ്സുകൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ എനർജി ആയിട്ടല്ല, ആ പേഴ്സൺ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഈക്വാലിറ്റി ഉണ്ട്, നിങ്ങളുടെ അതേ ഫീലിങ്സും കാര്യങ്ങളും ഈ പേഴ്സണും ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊക്കെ അവർ നിങ്ങളെ അറിയിക്കുമായിരിക്കും, ഇൻഫർമേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ സോഡിയക് സൈൻ വന്നിട്ടുള്ളത് ക്യാൻസർ വന്നിട്ടുണ്ട്, എഗെയിൻ ക്യാൻസർ വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ എഗെയിൻ വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ പിന്നെയും വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് എഗെയിൻ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം സ്കോർപ്പിയോയും സാജിറ്റേറിയസും ക്യാൻസറാണ് മെയിൻലി വന്നിട്ടുള്ളത്. ആർക്കും ഈ റീഡിംഗ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ക്ലൂസ് നോക്കാം. ലെറ്റർ എം വന്നിട്ടുണ്ട്, അതുപോലെ എൻ വന്നിട്ടുണ്ട്, നമ്പർ 10 വന്നിട്ടുണ്ട്, 21 നമ്പർ വന്നിട്ടുണ്ട്, ലെറ്റർ എഫ് വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, ലെറ്റർ എൻ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആയിരിക്കാം, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, ഏജ് ആയിരിക്കാം, ലെറ്റേഴ്സ് നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം. 26 വന്നിട്ടുണ്ട്, ലെറ്റർ ഡി വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 23 വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്, 30 വന്നിട്ടുണ്ട്, 25 വന്നിട്ടുണ്ട്, 34, ലെറ്റർ എം വന്നിട്ടുണ്ട്, 37 വന്നിട്ടുണ്ട്, എഗെയിൻ ലെറ്റർ എം വന്നിട്ടുണ്ട്, മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു വരുന്നത്, 16 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ട്, ലെറ്റർ 22 നമ്പർ വന്നിട്ടുണ്ട്, 24 വന്നിട്ടുണ്ട്, ലെറ്റർ എഫ് വന്നിട്ടുണ്ട്, 12ഉം 2ഉം വന്നിട്ടുണ്ട്, 56 വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ.